ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഇടാൻ പറ്റിയ ഒരു പ്രോഡക്റ്റിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കിട്ട് റിസൾട്ട് കിട്ടിയ സംഗതിയാണ് ഞാൻ പറയുന്നത്. കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസമായി ഞാൻ ഈ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാനിപ്പം അതിനെപ്പറ്റി നിങ്ങളടുത്ത് പറയാനായിട്ട് വന്നിട്ടുള്ളത്. എന്താണ് സാധനമെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചേഞ്ചാണ് വന്നത് എന്നുള്ളതൊക്കെ പറയണമല്ലോ. അപ്പം എൻ്റെ ഫേസിൽ ഒരുമാതിരി ഞാൻ യൂസ് ചെയ്യുന്ന ക്രീംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോമിയോപ്പതിയുടെ ഒരു മെഡിസിനാണ്. അത് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് നമുക്ക് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വൈറ്റ് ഹെഡ്സ് എനിക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരുന്നതുകൊണ്ടിട്ട് ഞാൻ കൊണ്ട് കാണിച്ചതാണ്. പിന്നെ ഞാൻ പറയാറുണ്ട് ഞാൻ മുട്ട കഴിക്കാവുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടിട്ടും വരുന്ന കുറച്ച് ഇഷ്യൂസ് ഒക്കെ കൊണ്ടിട്ടും തൈറോയ്ഡ് ഇഷ്യൂസ് ഒക്കെ കൊണ്ടിട്ടും വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പാക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ഒന്നുമല്ല, ഓട്സ്, മഞ്ഞൾപ്പൊടി, ഗോതമ്പൊടിയുള്ള ഒരു പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീട്ടിലിട്ടിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഫേസിൽ. പിന്നെ അല്ലാതെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മളുടെ സീറ്റാഫിലിൻ്റെ ഒരു ഓയിലിൻ്റെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഹോമിയോപ്പതിയുടെ ഒരു സോപ്പ് ഉണ്ട്, അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ആക്നെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും കിട്ടും. 35 രൂപ 45 രൂപ അടുപ്പിച്ച് എന്തോ വരത്തുള്ളൂ. അപ്പം ഇതാണ് ഞാൻ ചെയ്തുകൊണ്ട് റൂട്ടീൻ. പക്ഷേ ഇതിൽ എനിക്ക് വന്നൊരു ചേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ കാലിൽ കുറച്ച് ദിവസം ഒരു മാസത്തിന് മുമ്പായിട്ട്, ഒരു മാസം ഏകദേശമായിട്ട് വീട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ കസേരയുടെ അടിയിൽ തേനീച്ച കൂടുണ്ടായിരുന്നു. അപ്പം ഞാനിത് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന് തൂത്തുവാരി പറക്കി കസേരയിൽ നീക്കിയപ്പോഴത്തേക്ക് തേനീച്ച പറന്ന് എൻ്റെ കാലിലൊന്ന് കുത്തി. അപ്പം നല്ല എല്ലാം അറിയാമായിരിക്കും, തേനീച്ച കുത്തി നമ്മൾ ചുണ്ണാമ്പ് വയ്ക്കുന്ന പരിപാടിയാണ് പണ്ടൊക്കെ ഉള്ളത്. അതിൻ്റെ ആണി ഊരി പോകുന്ന പണ്ടുള്ളവർ പറയും. അപ്പം ചുണ്ണാമ്പ് വീട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല എരിച്ച് ഇങ്ങനെ കയറി നിന്ന് ഡെറ്റോൾ എന്തൊക്കെ ഇട്ട് ഞെക്കി പിടിച്ച് എൻ്റെ ആണി എടുക്കാനായിട്ട് വീട്ടിലെല്ലാവരും നോക്കി ആണിയൊക്കെ എടുത്ത് കളഞ്ഞു. പക്ഷേ ഇന്നത്തെ ദിവസം പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആവശ്യം നീരൊക്കെ വന്ന് പൊങ്ങി കയറിയൊക്കെ വരുമെന്ന് വിചാരിച്ചു. ഒന്നും പറ്റിയില്ല. പക്ഷേ പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ തൊട്ട് അയ്യോ എൻ്റെ പൊന്നു ചൊറിച്ചിൽ തുടങ്ങി. എനിക്ക് ചൊറിയോട് ചൊറി. എനിക്ക് ഒന്നും പറ്റില്ല. അവിടെ എനിക്ക് എണീറ്റ് നിന്ന് ചൊറിഞ്ഞാൽ മതി, എന്തെങ്കിലും സാധനം വെച്ച് ചൊറിയാൻ കഴിയും. അപ്പൊ സ്കൂളിൽ കിട്ടിയ കമ്പ് ഇതൊക്കെ വെച്ച് ഞാൻ ചൊറിയുന്നുണ്ട്. വൈകിട്ട് വീടെത്തിയത് മാത്രം എനിക്കറിയാം. അപ്പൊ നൈറ്റ് ആയപ്പം എനിക്കൊന്ന് അവിലിന്റെ ഗുളിക ചൊറിച്ചിലിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റ് ആണെന്ന് അറിയാണ്ട് അത് മേടിച്ചൊരെണ്ണം കഴിച്ചു. കുറച്ച് ആശ്വാസമുണ്ട്. നല്ല ഉറക്കമൊക്കെ വരുന്നു. പക്ഷെ ഉറക്കം കഴിഞ്ഞ് എണീറ്റുമ്പോൾ വീണ്ടും ചൊറിയാൻ തുടങ്ങി. പിന്നെ ഉപ്പുവെള്ളമിട്ട് മഞ്ഞൾ അരച്ചിട്ട് വേപ്പലയിട്ട് എന്തരൊക്കെ ഇട്ട്, പക്ഷെ എനിക്ക് ഒരു മാറ്റവും വന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആശുപത്രി കൊണ്ട് എന്ത് കൊണ്ടുവരാത്തെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം എനിക്ക് വേറെ ഗുളിയൊന്നും എഴുതില്ല. അവിലിന്റെ ഗുളിയെ ചൊറിയിച്ച് കഴിയുമ്പോൾ കഴിക്കാൻ പറഞ്ഞു. പനി ഉണ്ടെങ്കിൽ മാത്രം പാരസെറ്റമോൾ എടുക്കാൻ പറഞ്ഞു. ഇൻഡക്ഷൻ എടുക്കാനായിട്ടാണ് ഞാൻ ഇൻഡക്ഷൻ ഒന്നും എനിക്ക് എടുത്തിരുന്നില്ല. അങ്ങനെ ചൊറിച്ചിലിൻ്റെ പുറത്ത് ഇടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓയിൽമെൻറ്റ് തന്നു. അപ്പോൾ ഓയിൽമെൻറ്റ് എഴുതിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചിലപ്പോൾ ഓയിൽമെൻറ്റ് കിട്ടാൻ ഇവിടെ കാണത്തില്ല, സിറ്റിയിലോട്ടൊക്കെ പോകണം, അതിപ്പോൾ അത്യാവശ്യമായിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ലാക്ടോ കലാം എന്ന് പറയുന്നത് വാങ്ങിച്ചിട്ടാൽ മതി, ചൊറിച്ചിലിന് ബെസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം പണ്ട് ഒരു പിങ്ക് കളറിൽ ലാക്ടോ കലാമിൻ വരുന്നത്. അപ്പോൾ ഞാൻ ലാക്ടോ കലാമിൻ മേടിച്ചു. ബന്ധം മെഡിക്കൽ സ്റ്റോറിൽ 2-3 കടകളിലൊക്കെ ലാക്ടോ കലാമിൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് എടുത്തു തരുന്നതെല്ലാം ഫേസിലിടുന്ന ഒരു ലാക്ടോ കലാമിനാണ് എടുത്തു തന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് വേണ്ടത് കാലിൻ്റെ ലാക്ടോ കലാമിനാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് വെച്ച് പോത്തീസിൽ ഞാൻ ലാക്ടോ കലാമിൻ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ പോത്തീസിൽ പോയി നോക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പോത്തീസിലിരിക്കുന്ന വലിയ ബോട്ടിലേ ഉള്ളൂ. ചെറിയ എത്രയുള്ള ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ലാക്ടോ കലാമിൻ ഇല്ല. പിന്നെ ലാസ്റ്റ് വേറൊരു കടയിൽ വന്നിട്ട് ഞാൻ ലാക്ടോ കലാമിൻ വേണം. പക്ഷെ ഞാൻ പറയുന്നില്ല എന്റെ ഇത് കടിച്ചിട്ടുണ്ട്, ആ ചൊറിച്ചിലിടേണ്ടതാണ്. ഞാൻ പറയും ലാക്ടോ കലാമിൻ ഉണ്ടോ അമ്മ ഇങ്ങനെ ചോദിക്കും. അവരെടുത്ത് തരുന്നത്. അപ്പൊ ഞാൻ പറയും ഇത് എത്ര രൂപയെന്ന് നോക്കിയപ്പോൾ 135 രൂപ. ഞാൻ പറഞ്ഞു 135 രൂപ ഇത്രയായ? ഞാൻ ഏകദേശം 50-60 രൂപയ്ക്കകത്തുള്ള ലാക്ടോ കലാമിൻ അന്വേഷിച്ചാണ് ഞാൻ പോയിരിക്കുന്നത്. അവസാനം പറഞ്ഞ് ഇത് എവിടെ ഇടാനായിട്ടാണെന്ന് ഇയാൾ ചോദിച്ചു. രണ്ടാമത്തെ ഏതൊരു കടയിൽ കയറിയപ്പം വലിയതായതുകൊണ്ട് ഒരു കടയിൽ നിന്ന് ഇറങ്ങി അടുത്ത കടയിലായിട്ട് ഞാൻ പോവുകയാണ്. അപ്പൊ അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് കാലിലാണ്, ചൊറിച്ചിലാണ്. അപ്പൊ അയാൾ ഉടനെ പറഞ്ഞു ഇത് ഫേസിൽ ഇടേണ്ടതാണ്, ചൊറിച്ചിലിടേണ്ടത് വില കുറവാണ്, 45 രൂപ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അത് എൻ്റെ ഉണ്ട്. എവിടെയാ? ഓക്കെ, ഈ ലാക്ടോ കണ്ടോ, ഇത് വന്നിട്ട് കലാമിൻ ലോഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. സൂപ്പറാണ് കേട്ടോ. ഞാൻ അത് ഇത്രയേ ആക്കിയിട്ടുള്ളൂ. വീട്ടിൽ ഇന്നലെ എന്തോ ചേട്ടന് പുഴുവടിച്ചപ്പം വീണ്ടും ചേട്ടന് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ സംഗതി എൻ്റെ പൊന്നെ ഞാൻ വാരി തേച്ച കാലിൽ അത്രയിട്ട് എല്ലാം ഇട്ട് എൻ്റെ കാലിന് ഭയങ്കര ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഭയങ്കര ആശ്വാസം തന്നെയായിരുന്നു. കുറച്ച് പെട്ടെന്ന് അന്ന് രാത്രി തന്നെ മാറും, ഒരു മാറ്റം വരില്ല. ചെറിയൊരു ആശ്വാസം, ഒരു ചെറിയ എന്ത് പറയാൻ, ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ഈ സാധനം അങ്ങോട്ട് കിട്ടുന്നത്. അപ്പൊ ചൊറിച്ചിൽ സംഗതി 2 വീഡിയോ ഇടേണ്ട ആവശ്യമില്ല, ഒറ്റ വീഡിയോ ഇട്ടാൽ അതില്ല. ചൊറിച്ചിൽ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ
ദയവ് ഇത് 45 രൂപയാണ്, ഇത് 60 കേട്ടോ, സോറി 45 മാറി 100 ഗ്രാം കേട്ടോ. ഫേസിലൊക്കെ ഇടുന്ന ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഫേസിലൊന്നും ഇത് ഇട്ട് കളയരുത്, ചൊറി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, എല്ലായിടത്തും ഇടുക. അങ്ങനെ ഞാൻ ഈ ചൊറിച്ചിലൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൽ ഇത് കുത്തിയ സ്ഥലത്ത് 2-3 കറുത്ത പാടുകളെല്ലാം ഉണ്ട്. നമ്മുടെ ചെരുപ്പിട്ടൊരു ഇങ്ങനെ ഒരു ആർച്ച് പോലത്തെ ഒരു പാട് വരും. ഇതിട്ട ദിവസങ്ങളിലെല്ലാം ആ പാടും കൂടെ പോയി. അങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്ത ഒരു തോന്നൽ തോന്നിയത്, ലാക്ടോകലാമിൻ ഇത്ര നല്ല സാധനമാണോ എന്നത് എനിക്ക് തോന്നി. ഞാൻ പോയ മിക്ക കടകളിലൊക്കെ ലാക്ടോകലാമിൻ്റെ ഫേസിലിടുന്നത് എടുത്തിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ നോക്കി, ജമീനിൽ ഇതൊക്കെ ചോദിച്ചു. അങ്ങനെ എനിക്ക് ഒരു സാധനം കിട്ടി. ഏറ്റവും പഴക്കം ചെന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വിക്കു ടെർമറിക് ഒക്കെ ഇറങ്ങിയ ടൈമിൽ പോലെ തന്നെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ലാക്ടോകലാമിൻ എന്ന് പറഞ്ഞ സാധനം. ഇത് ഫേസിലിടാൻ പറ്റിയ സാധനമാണ്, ബെസ്റ്റ് സാധനമാണ് കേട്ടോ. വെച്ചാൽ അതിന് ഉദാഹരണം ഞാനാണ്. ഞാൻ അതിനുശേഷം ഇതുകൊണ്ട് കുറച്ച് ഉപയോഗങ്ങൾ ധാരാളം ഉണ്ട്. ഉപയോഗങ്ങൾ ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഫൗണ്ടേഷനൊക്കെ ഇടത്തില്ല ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്ത എഫക്റ്റ് ഒക്കെ തോന്നുന്നു, അതിന്റെ സെയിം എഫക്റ്റ് തന്നെ ഒരു പിങ്കിഷ് രീതിയിൽ നമുക്ക് വെളിയിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമാണ്. ഒരു സൺസ്ക്രീമിന്റെ എഫക്റ്റും ഉണ്ട്. സൺസ്ക്രീമിന്റെ പക്ഷെ ഇത് സൂര്യനുള്ള കുറച്ച് സംഗതിയൊക്കെ ഇത് പറ്റാതെയൊക്കെ നമ്മളെ സ്കിന്നെ കെയർ ചെയ്തോളും. പക്ഷെ സൂര്യന്റെ വെയിലത്തിട്ടുകൊണ്ട് നടക്കാനല്ല ഞാൻ പറഞ്ഞത്, ഏകദേശം അത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പൗഡർ ഒക്കെ ഇട്ട് ഓപ്പൺ പേർട്സ് ഒക്കെ അടഞ്ഞ് അടുത്ത കുരു വരാതിരിക്കാനായിട്ട് എന്തിടാൻ പറ്റും, ഒന്നും ഇടാതിരുന്നില്ല. പക്ഷെ ഈ സാധനം ഞാൻ ഇട്ട് എൻ്റെ ഫേസിൽ ഏകദേശം ഈ പൊങ്ങി വന്നുകൊണ്ടിരുന്ന വലിയ കുരുവൊക്കെ കുറഞ്ഞ് ഈ കറുത്ത പാട് കുറയാനായിട്ട് എന്നെ ഈ സംഗതി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്ക് നല്ലൊരു റിസൾട്ട് വന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഈ പ്രോഡക്റ്റാണ് മേടിച്ചത്. ഓക്കെ, ഞാൻ പോയ കടയിൽ ഇതിൻ്റെ ഗ്രീനും ഉണ്ടായിരുന്നു, ഈ കളറും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചെറുത് എനിക്ക് കടകളിൽ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ പിന്നീട് ഇത് വിളാനി പോത്തീസിൽ പോയിട്ടുണ്ടായിരുന്നു. പോത്തീസിൻ്റെ വലുതാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ചെറുത് മതിയായിരുന്നു. വെച്ചാൽ എനിക്കിത് ഇട്ട് ഡാമേജ് ആക്കി ഇത് പൈസ കളയാനും എനിക്ക് വയ്യ. അതുകൊണ്ടിട്ട് ഞാൻ ഇത് വാങ്ങിച്ചു 165 രൂപയുടെ ചെറിയൊരു ബോട്ടിലാണ് കേട്ടല്ലോ. ഇതാണ് ഞാൻ മേടിച്ചത്. 75 ml ആണ്. സംഗതി സൂപ്പർ സാധനമാണ്. എനിക്കിത് മതി എന്ന് എനിക്കിനി ഒരു സാധനം ഇടാൻ വയ്യ, എനിക്കിനി വേറെ പ്രോഡക്റ്റിന് യൂസ് ചെയ്യാനും വയ്യ, എനിക്ക് താല്പര്യമില്ല. ഈ സാധനം ബെസ്റ്റ് ആണെന്ന് എനിക്കിട്ട് എൻ്റെ സ്കിന്നാണ്. എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. പിന്നെ ഇത് ചൊറിച്ചിലിനും കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റ് സംഗതിയാണ്. ഇതിനകത്ത് വന്നിട്ട് ഒരു സാധനമുണ്ട്, കയോലിൻ ക്ലേ എന്ന് പറഞ്ഞിട്ടൊരു ക്ലേ ഉണ്ട് കേട്ടോ. അതായത് ഫ്രണ്ടിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കയോലിൻ ക്ലേയിൽ വന്നിട്ട് നമ്മളെ അധികമായിട്ട് നമ്മളെ മുഖത്തുള്ള ഈ എണ്ണമയം സംഗതിയൊക്കെ എന്ത് ഇത് അബ്സോർവ് ചെയ്യാനായിട്ട് ബെസ്റ്റ് സാധനമാണ് ഇത്. പിന്നെ ഈ സംഗതിയിൽ പറയുമ്പോൾ ഈ സിങ്ക് ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിൻ്റെ അകത്ത് ഇവര് യൂട്യൂബിൽ നോക്കി പണിച്ച ബാക്ടീരിയൽ ആയിട്ടുള്ള നമ്മളെ കുരുക്കളൊക്കെ വന്നിരിക്കുന്നതിന്റെ പഴുത്ത് വിടാൻ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൽ ബെസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറെ എന്തോ വരാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിലതൊരു ചൊറിച്ചിൽ, ഈ റെഡ്നെസ്, ഈ അങ്ങനത്തെ ചുവപ്പ് രീതി, തടുപ്പ് അതൊക്കെ മാറാൻ നല്ലതാണ്. ഒരു തണുത്ത കൂളിംഗ് എഫക്റ്റ് തന്നെ കൊടുക്കും. ആ ഒരു കറുത്ത പാടിൽ ഏകദേശം പയ്യെ തുടങ്ങാനായിട്ട് ഇത് ബെസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഒരു 8 മണിക്കൂറെങ്കിലും ഇത് നമ്മുടെ ഫേസിന് ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുത്ത് നിർത്താനായിട്ട് ഇതിനെ പറ്റിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഏകദേശം എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചിലവരുടെ സ്കിന്നിന് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഓയിലി സ്കിൻ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു പച്ച അടപ്പുള്ളൊരു സാധനമുണ്ട്, ഇതിൻ്റെ തന്നെയാണ്, അത് നോക്കി മേടിക്കുക. ഇതിലാണെങ്കിൽ ഓയിലി എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓയിലി സ്കിന്നുകാർക്ക് നന്നായിട്ട് ഉപയോഗിക്കും. ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ വെയിലത്തൊന്നും കൊള്ളുന്നില്ല. ഇങ്ങനെ സ്കൂളിനകത്തുള്ള കുഞ്ഞു വെയിലൊക്കെ അടിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതെല്ലാം കൊണ്ടിട്ട് ഞാൻ വൈകുന്നേരം വന്ന് ശേഷം മാത്രം വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന പതിവ്. പിന്നെ വീട്ടിൽ വന്നിട്ട് നൈറ്റ് എങ്ങാനും ഒന്ന് ജസ്റ്റ് 2 നേരം ഇടാം. ഞാനിപ്പോൾ ഇപ്പം ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വീട്ടിൽ വന്ന് കുളിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് 2-3 കുരുക്കളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സംഗതി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വലിച്ചു നീട്ടി എനിക്ക് പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യം. അപ്പം ഇന്ന് ഞാൻ വാങ്ങിച്ച് നാളെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ഇത്രയും ലേറ്റായത്, ലാഗായത്. പിന്നെ ഞാൻ ഇനി 2-3 വീഡിയോ ആയിട്ട് ഇടാൻ താല്പര്യം ഇല്ലാത്ത ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ, ഒരുങ്ങുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് തോന്നിയില്ല ഇടുകയാണെങ്കിൽ നോക്കട്ടെ, ഇടാം. പക്ഷേ എനിക്ക് അതിന് കൂടുതലായിട്ട് മേക്കപ്പ് ചെയ്യാൻ കുറേ പ്രോഡക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. ഈ സാധനമാണ് ഞാനിപ്പം ഫേസിൽ ഇടുന്നത്. പിന്നെ വേറെ എന്ന് പറഞ്ഞാനായിട്ട് ഒരു സാധാരണ ഒരു ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ഇത് ഡാസ്ലറിന്റെ ഐലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. വലിയ വിലയൊന്നുമില്ല, ഞാൻ ഇത് ചെറിയതാണോ ഇത് ഇത്രയും നാളെ വാങ്ങിച്ചിട്ട് ഇത്രയൊന്നും ഓർമ്മയില്ല, രാമേന്ദ്ര വാങ്ങിച്ചതാണ്. ചില സമയത്ത് വലുത് വാങ്ങിക്കും. ഇതിപ്പോൾ എനിക്കിത് ഏകദേശം ഒരു 6-7 മാസത്തോളം പോവും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ ഹിമാലയയുടെ ഒരു ചെറിയ കരി പോയി കാച്ചൽ, ഹിമാലയയുടെ ഒരു കുഞ്ഞിക്കരി. ഇത് കുഴപ്പമില്ല, പണ്ടത്തെ റൗണ്ട് ബോട്ടിലുള്ള കരിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടത്. ഇപ്പം അതിന് പകരം ഒരെണ്ണം മേടിച്ചെന്നേ ഉള്ളൂ. ഇത്രയും മാത്രം ഇട്ടിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ഞാൻ പോകാറാണ് പതിവ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ബായ്. അപ്പം യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും ഇട്ടൊന്ന് വെളിയിൽ പോകണം, അല്ലെങ്കിൽ ഒന്നും ഇടാൻ പറ്റത്തില്ല, എന്തിട്ടാലും ഗുരുവായൂർ എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.